ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1996 പുറത്തിറങ്ങിയ ജയറാം അഭിനയിച്ച ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് പെർഫോമൻസും റിലീസ് സെന്ററുകളിൽ പ്രദർശിപ്പിച്ച ദിവസങ്ങളും തിരുവനന്തപുരത്തെ കളക്ഷൻ ഡീറ്റെയിൽസുമാണ്. ജയറാമിനെ സംബന്ധിച്ചിടത്തോളം മികച്ചൊരു വർഷമായിരുന്നു 1996. 96-ൽ ആകെ 5 ചിത്രങ്ങളാണ് ജയറാമിൻ്റെതായി തിയേറ്ററുകളിലെത്തിയത്. ഇനി ഈ ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് അനാലിസിസ് നമ്മൾക്ക് നോക്കാം. 96-ൽ ജയറാമിൻ്റെതായി പുറത്തിറങ്ങിയ ആദ്യത്തെ ചിത്രമായിരുന്നു വിഷുവിനോടനുബന്ധിച്ച് ഏപ്രിൽ 14 തിയേറ്ററുകളിലെത്തിയ സ്വപ്ന ലോകത്തെ ബാലഭാസ്കരൻ. മഹാരാജ ഫിലിംസ് നിർമ്മിച്ച ഈ ചിത്രം രാജസേനായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. കോമഡി ഫാമിലി എന്റർടൈനർ കാറ്റഗറിയിൽ പെടുത്താവുന്ന ഈ ചിത്രം തരക്കേടില്ലാത്ത ചിത്രം എന്ന പേര് നേടിയെങ്കിലും 96 വിഷുവിനിറങ്ങിയ വമ്പൻ ചിത്രങ്ങളുടെ ഇടയിൽ വേണ്ട രീതിയിൽ ശ്രദ്ധ നേടിയില്ല. അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ ഒരു ബിലോ ആവറേജ് അല്ലെങ്കിൽ പരാജയ ചിത്രം എന്ന് തന്നെ പറയാം സ്വപ്ന ലോകത്തെ ബാലഭാസ്കരൻ. ഈ ചിത്രം 20 സെന്ററുകളിലായിരുന്നു കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. ആനി നായികയായി എത്തിയ ഈ ചിത്രത്തിൽ ദിലീപ്, ഇന്ദ്രൻസ്, ജനാർദ്ദനൻ, KPS ലളിത, പറവൂർ രാമചന്ദ്രൻ, മധുപാൽ തുടങ്ങിയവരായിരുന്നു പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. സ്വപ്ന ലോകത്തെ ബാലഭാസ്കരൻ തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ചത്. തിരുവനന്തപുരം ശ്രീപത്മനാഭ തിയേറ്ററിൽ 50 ദിവസം പ്രദർശിപ്പിച്ച സ്വപ്ന ലോകത്തെ ബാലഭാസ്കരൻ അവിടെ നിന്ന് 16,12,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയത്. 96-ൽ ജയറാമിൻ്റെതായി പുറത്തിറങ്ങിയ രണ്ടാമത്തെ ചിത്രമായിരുന്നു ഓണത്തിനോടനുബന്ധിച്ച് ഓഗസ്റ്റ് 23 തിയേറ്ററുകളിലെത്തിയ തൂവൽ കൊട്ടാരം. ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ PV ഗംഗാധരൻ നിർമ്മിച്ച് സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു ഫാമിലി ഡ്രാമ കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. മികച്ച ചിത്രം എന്ന പേര് നേടി കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്ത ഈ ചിത്രം അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ നല്ല കളക്ഷനായിരുന്നു നേടിയെടുത്തത്. ഈ ചിത്രം വെറും 12 തിയേറ്ററുകളിലായിരുന്നു റിലീസ് ചെയ്തിരുന്നത്. എന്നിരുന്നാലും മൗത്ത് പബ്ലിസിറ്റിയുടെ പിൻബലത്തിൽ 96 ഓണത്തിന് ഇറങ്ങിയ ചിത്രങ്ങളിൽ ഏറ്റവും വലിയ വിജയം നേടി സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ചിത്രമായിരുന്നു തൂവൽ കൊട്ടാരം. ദിലീപ്, മുരളി, മഞ്ജു വാര്യർ, സുകന്യ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രം കോഴിക്കോട് സംഘം തിയേറ്ററിലായിരുന്നു ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ചത്. 100 ദിവസമായിരുന്നു ഈ ചിത്രം കോഴിക്കോട് സംഘത്തിൽ പ്രദർശിപ്പിച്ചത്. തൂവൽ കൊട്ടാരം തിരുവനന്തപുരത്ത് 58 ദിവസം പ്രദർശിപ്പിച്ച് 13,95,000 രൂപയായിരുന്നു ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയത്. 96-ൽ ജയറാമിൻ്റെതായി പുറത്തിറങ്ങിയ മൂന്നാമത്തെ ചിത്രമായിരുന്നു ഓണത്തിനോടനുബന്ധിച്ച് ഓഗസ്റ്റ് 27 തിയേറ്ററുകളിലെത്തിയ ദില്ലി വാല രാജകുമാരൻ. അനുപമ സിനിമ നിർമ്മിച്ച് രാജസേൻ സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു ഫാമിലി എന്റർടൈനർ കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. മഞ്ജു വാര്യർ നായികയായെത്തിയ ഈ ചിത്രത്തിൽ കലാഭവമണി, പറവൂർ രാമചന്ദ്രൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ബിജു മേനോൻ, ചാന്ദിനി, ശ്രീവിദ്യ, നരേന്ദ്രപ്രസാദ് തുടങ്ങിയവരായിരുന്നു പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ദില്ലി വാല രാജകുമാരൻ 22 സെന്ററുകളിലായിരുന്നു റിലീസ് ചെയ്തിരുന്നത്. ഈ ചിത്രം ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ചത് തിരുവനന്തപുരത്തായിരുന്നു. തിരുവനന്തപുരം ശ്രീപത്മനാഭ തിയേറ്ററിൽ 50 ദിവസം പ്രദർശിപ്പിച്ച ദില്ലി വാല രാജകുമാരൻ അവിടെ നിന്ന് 12,51,000 രൂപയായിരുന്നു ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയത്. ഓണം സീസണിന്റെ അഡ്വാൻറ്റേജിൽ തരക്കേടില്ലാത്ത കളക്ഷൻ നേടിയെടുത്ത ഈ ചിത്രം ഹിറ്റ് സ്റ്റാറ്റസ് ആയിരുന്നു നേടിയെടുത്തത്. 96-ൽ ജയറാമിൻ്റെതായി പുറത്തിറങ്ങിയ നാലാമത്തെ ചിത്രമായിരുന്നു സെപ്റ്റംബർ 18 തിയേറ്ററുകളിലെത്തിയ അരമന വീടും 500 ഏക്കറും. കോമഡി ഫാമിലി എന്റർടൈനർ കാറ്റഗറിയിലുള്ള ഈ ചിത്രം അനിൽ ബാബു ആയിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. ശോഭന നായികയായെത്തിയ ഈ ചിത്രത്തിൽ ഹരിശ്രീ അശോകൻ, ബൈജു, KPS ലളിത, കൽപ്പന, ജഗതി ശ്രീകുമാർ തുടങ്ങിയവരായിരുന്നു പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. കോമഡി ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് സംതൃപ്തി നൽകിയ അരമന വീടും 500 ഏക്കറും അതുകൊണ്ട് തന്നെ തരക്കേടില്ലാത്ത കളക്ഷൻ നേടി ബോക്സ് ഓഫീസിൽ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്ത ചിത്രമായിരുന്നു. ഈ ചിത്രം 27 സെന്ററുകളിലായിരുന്നു കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. അരമന വീടും 500 ഏക്കറും ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ചത് എറണാകുളം സവിത കോംപ്ലക്സിലായിരുന്നു. അവിടെ 50 ദിവസമായിരുന്നു ഈ ചിത്രം പ്രദർശിപ്പിച്ചത്. തിരുവനന്തപുരം ധന്യാരിമ്മ കോംപ്ലക്സിൽ 40 ദിവസം പ്രദർശിപ്പിച്ച അരമന വീടും 500 ഏക്കറും അവിടെ നിന്ന് 13,56,000 രൂപയായിരുന്നു ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയത്. ജയറാമിന്റെ 96-ലെ അവസാനത്തെ ചിത്രമായിരുന്നു ക്രിസ്മസ് റിലീസായി ഡിസംബർ 19 തിയേറ്ററുകളിലെത്തിയ കളിവീട്. ദിനേശ് പണിക്കർ നിർമ്മിച്ച് സിബി മലൽ സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു ഫാമിലി ഡ്രാമ കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. മഞ്ജു വാര്യർ നായികയായെത്തിയ ഈ ചിത്രത്തിൽ ജഗദീഷ്, ഇന്നസെന്റ്, വാണി വിശ്വനാഥ്, സുനിത, കൊച്ചിൻ ഹനീഫ, കൽപ്പന തുടങ്ങിയവരായിരുന്നു പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ക്രിസ്മസിന് കുടുംബ പ്രേക്ഷകർക്ക് തരക്കേടുള്ള ചിത്രമെന്ന അഭിപ്രായം നേടിയതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്ത ചിത്രമായിരുന്നു കളിവീട്. ഈ ചിത്രം 23 സെന്ററുകളിലായിരുന്നു റിലീസ് ചെയ്തിരുന്നത്.
കളിവീട് ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ചത് എറണാകുളത്തായിരുന്നു. എറണാകുളം ലുലുവിൽ 75 ദിവസം പ്രദർശിപ്പിച്ച ഈ ചിത്രം തിരുവനന്തപുരം ധന്യാരമ്യ കോംപ്ലക്സിൽ 60 ദിവസം പ്രദർശിപ്പിച്ച് 15 ലക്ഷം ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കി. ആകെ സമ്മറി നോക്കുമ്പോൾ 96-ൽ ജയറാമിന്റേതായി പുറത്തിറങ്ങിയ 5 ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ചത് 100 ദിവസം പ്രദർശിപ്പിച്ച തൂവൽ കൊട്ടാരമായിരുന്നു. 75 ദിവസം പ്രദർശിപ്പിച്ച കളിവീട് 2ാം സ്ഥാനവും ബാക്കി 3 ചിത്രങ്ങളും 50 ദിവസം പ്രദർശിപ്പിച്ചു. തിരുവനന്തപുരത്തെ കളക്ഷൻ നോക്കിയാൽ 16,12,000 രൂപ കളക്ട് ചെയ്ത സ്വപ്നലോകത്തെ ബാലഭാസ്കറിനാണ് നമ്പർ 1. 15 ലക്ഷം കളക്ട് ചെയ്ത കളിവീട് നമ്പർ 2ഉം 13,95,000 രൂപ കളക്ട് ചെയ്ത തൂവൽ കൊട്ടാരം നമ്പർ 3യുമാണ്. ഇത്രയുമാണ് 96-ലെ ജയറാമിന്റെ ബോക്സ് ഓഫീസ് പെർഫോമൻസിനെ കുറിച്ചുള്ള വിശകലനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.